നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ രണ്ടാമത്തെ സെമിയിൽ ഇന്ത്യയും ബംഗ്ലാദേശും ഏറ്റുമുട്ടും. വ്യാഴാഴ്ച ഇന്ത്യൻ സമയം 3 മണിക്ക് ബർമിംഗ്ഹാമിലാണ് മത്സരം. ഗ്രൂപ്പ് എയിലെ 1-ാം സ്ഥാനക്കാരായിട്ടാണ് ഇന്ത്യ എത്തുന്നതെങ്കിൽ ഗ്രൂപ്പ് ഇയിലെ 2-ാം സ്ഥാനക്കാരായിട്ടാണ് ബംഗ്ലാദേശിന്റെ വരവ്. പാകിസ്ഥാനെയും ദക്ഷിണാഫ്രിക്കയെയും തോൽപ്പിച്ച ഇന്ത്യ തോൽവി വഴങ്ങിയത് ശ്രീലങ്കയോട് മാത്രം. മറുവശത്ത് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും അടങ്ങുന്ന ശക്തമായ ഗ്രൂപ്പിൽ നിന്ന് സെമിയിലേക്ക് മുന്നേറിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബംഗ്ലാദേശ്. ഇംഗ്ലണ്ടിനോട് തോറ്റ ബംഗ്ലാദേശിന്റെ രണ്ടാമത്തെ മത്സരം ഓസ്ട്രേലിയയോടായിരുന്നു. അത് മഴ കൊണ്ടുപോയത് അവർക്ക് അനുഗ്രഹമായി. എന്നാൽ ന്യൂസിലൻഡിനെതിരായ നിർണായക മത്സരത്തിൽ ബംഗ്ലാ കടുവകൾ അവസരത്തിനൊത്തുയർന്നു. 5 വിക്കറ്റിനായിരുന്നു ബംഗ്ലാദേശ് കിവികളെ ചുരുട്ടിക്കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സൂക്ഷിക്കണമെന്നർത്ഥം. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിന് പ്രത്യേകിച്ചൊന്നും അവകാശപ്പെടാനില്ല. അത്രയ്ക്ക് മുന്നിലാണ് ഇന്ത്യയുടെ സ്ഥാനം. 32 ഏകദിനങ്ങളിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ 26 എണ്ണത്തിലും വിജയം ഇന്ത്യക്കായിരുന്നു. 5 എണ്ണത്തിൽ ബംഗ്ലാദേശും. ഒരു മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ 2007 ലോകകപ്പിലെ നോക്കൌട്ട് ഘട്ടത്തിലെ മത്സരം ഇന്ത്യ ഒരിക്കലും മറക്കില്ല. വെറും 191 റൺസിന് ഇന്ത്യയെ എറിഞ്ഞിട്ട ബംഗ്ലാദേശ് ജയം നേടിയത് 5 വിക്കറ്റിനായിരുന്നു. ഇനി നമുക്ക് ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിനെ നോക്കാം. ലങ്കയ്ക്കെതിരായ തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ബൗളർമാരും ഫീൽഡർമാരും ഏറെ പഴികേട്ടിരുന്നു. എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരം കണ്ട ആരാധകരുടെ ആശങ്കയെല്ലാം മാറിക്കഴിഞ്ഞു. ഫീൽഡിംഗിലെ പിഴവുകൾ പരിഹരിച്ച ഇന്ത്യൻ നിരയിൽ ബൗളർമാരെല്ലാം അവസരത്തിനൊത്തുയർന്നു. ഭുവനേശ്വർ കുമാറും ബൂംറയും അശ്വിനും ജഡേജയുമെല്ലാം അവരവരുടെ റോൾ ഭംഗിയായി ചെയ്തു. ബംഗ്ലാദേശിന്റെയും കരുത്ത് ബൗളർമാരാണ്. മുസ്താഫിസ് റഹ്മാൻ, റുബേൽ ഹുസൈൻ, മൊസദേഖ് ഹുസൈൻ, നായകൻ മൊർത്താസ തുടങ്ങിയവരെല്ലാം ഏത് കരുത്തുറ്റ ബാറ്റിംഗ് നിരയും തകർക്കാൻ കെൽപ്പുള്ള ബൗളർമാരാണ്. പക്ഷേ ബാറ്റിംഗിൽ ഇതുവരെയുള്ള പ്രകടനം നോക്കിയാൽ ഇന്ത്യക്ക് ആശ്വസിക്കാവുന്നതാണ്. കാരണം മികച്ച അടിത്തറ നൽകുന്ന രോഹിത് ശർമ്മ, ധവാൻ ഓപ്പണിംഗ് കൂട്ടുകെട്ട, ഒറ്റയ്ക്ക് തന്നെ കളിയുടെ ഗതി മാറ്റാൻ കഴിവുള്ള യുവരാജും കോഹ്ലിയും, ലോകോത്തര ഫിനിഷർ ധോണി, പാകിസ്ഥാനെതിരായ മത്സരത്തിലൂടെ ആരാധകരെ കയ്യിലെടുത്ത പാണ്ഡ്യ. ടെൻഷൻ വേണ്ടെന്നർത്ഥം. മറുവശത്ത് ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് നിരയും അത്ര മോശമല്ല. ന്യൂസിലൻഡിനെതിരെ 2 ബംഗ്ലാ താരങ്ങളായിരുന്നു സെഞ്ചുറി നേടിയത്. മുൻ നായകൻ ഷാക്കിബ് അൽ ഹസനും മുഹമ്മദുള്ളയും. ഇവരെയാണ് ഇന്ത്യൻ ബൗളർമാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കിവികൾക്കെതിരെ നിറം മങ്ങിയെങ്കിലും ഇംഗ്ലണ്ടിനെതിരെ സെഞ്ചുറി നേടിയ ഓപ്പണർ തമീം ഇക്ബാലിനെയും ശ്രദ്ധിക്കണം. മധ്യനിരയ്ക്ക് കരുത്തേക്കാൻ മുഷ്ഫിഖുർ റഹീമുമുണ്ട്. സന്തുലിതമായ ടീമാണ് ബംഗ്ലാദേശിന്റേതും. എന്തായാലും ആരാധകർ കാത്തിരിക്കുകയാണ് ഒരു ഗംഭീര പോരാട്ടത്തിനായി. ഇന്ത്യ നേടുമോ അതോ ബംഗ്ലാദേശ് വിജയിക്കുമോ എന്നത് സംബന്ധിച്ച് ഒരു പ്രവചനം ഇപ്പോൾ അസാധ്യമാണ്. പക്ഷേ പ്രേക്ഷകർക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ. ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം.